മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഖുർആൻ മനുഷ്യന് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്ന്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. അപ്പം മനുഷ്യനെ പടക്കുക എന്ന മെറ്റീരിയൽ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യബോധവും മൂല്യവും അല്ലാഹു ആദ്യം പടച്ചു, എന്നിട്ടാണ് വസ്തുവിനെ പടക്കുന്നത് എന്നാണ് പറഞ്ഞതിനർത്ഥം. അവിടെ പറയേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞതോ കാരുണ്യവാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യന്. എന്നിട്ട് പറഞ്ഞു ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തിനുണ്ടാക്കുന്നു എന്ന ആശയം രൂപപ്പെടുത്തിയിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ല, സാധനം ഉണ്ടാക്കിയിട്ട് ഇത് എന്തിനൊക്കെ പറ്റുമെന്നല്ല നോക്കുന്നത്, ലക്ഷ്യമാണ് ആദ്യം, പിന്നെയാണ് സാധനം. മനുഷ്യനെ പടക്കുന്നതിൻ്റെ മുമ്പ് എന്തിന് മനുഷ്യനെ പടക്കുന്നു? ഖുർആൻ പഠിക്കാൻ. ഖുർആൻ പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം, തിന്നലും കുടിക്കലും ഉറങ്ങലും അല്ല. നമ്മുടെ ലക്ഷ്യം ഖുർആൻ പഠിക്കലാണ്. അതിനുവേണ്ടി മനുഷ്യനെ പടച്ചു. അപ്പം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ മുമ്പ് വന്നതാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരണം.